കഥ കവിത രസമിത ഈ ഇടം അറിവിൻ നിറവിടം വാക്കിൻ നടരുകൾ പൂക്കും പല മൊഴി കേൾക്കും സാഹിതി തൻ ലയമിതു കഥ കവിത രസമിതായി ഇടം അറിവിൻ നിറവിടം. ചില ഉത്സവങ്ങൾക്ക് കൊടിയിറങ്ങാറില്ല. ഹൃദയതാളത്തിൽ മേളം കൊട്ടിക്കയറും. അക്ഷരം സ്വരാക്ഷരത്തിന്റെ ഉറപ്പോടെ മാതൃഭൂമി രാജ്യാന്തര അക്ഷരോത്സവം. അനുഭവ പ്രപഞ്ചങ്ങളുടെ കനകക്കുന്ന്. ഞാനും മാതൃഭൂമിയായിട്ടുള്ള ബന്ധം എനിക്ക് അക്ഷരം കൂട്ടി വായിക്കാൻ തുടങ്ങിയ കാലം മുതലേ ഉള്ളതാണ്. അപ്പോൾ മാതൃഭൂമി നമ്മുടെ സാഹിത്യ ലോകത്തിന്, അക്ഷര ലോകത്തിന് ചെയ്തിട്ടുള്ള സേവനങ്ങൾ നിസ്സീമമാണെന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. മാതൃഭൂമിയുടെ ഈ അക്ഷരോത്സവം, ഈ സമ്മേളനം തന്നെ വലിയൊരു മാതൃകയാണ്. നമ്മുടെ പൊതു ഇടങ്ങളില്ലാതെ മനുഷ്യർ ലൈബ്രറികളും വായനകളും ഇല്ലാത്ത അവസരങ്ങളിലേക്ക് വായനകൾ താളുകളിൽ നിന്ന് വാളുകളിലേക്ക് നമ്മൾ വായന മാറ്റുകയാണ്. എഴുത്തും വായനയും പുസ്തകത്താളുകളിൽ നിന്ന് ഫേസ്ബുക്ക് വാളുകളിലേക്ക് മാറിയിരിക്കുന്നൊരു കാലമാണ്. അപ്പോൾ നമ്മുടെ വായനകൾ താളുകളിൽ നിന്ന് വാളുകളിലേക്ക് മാറിയുമ്പോഴും നമുക്ക് ഒത്തുകൂടാനും നമുക്ക് കൂടുതൽ സംസാരിക്കാനും സാഹിത്യ ചർച്ചകൾ ചെയ്യാനുമുള്ള അവസരങ്ങളും വേദികളും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മാതൃഭൂമി ഇപ്പോൾ ഈ ചെയ്യുന്നൊരു മഹാസമ്മേളനം, ഇപ്പോൾ ഈ ചെയ്യുന്ന ഇത്രയും വലിയ കാര്യങ്ങൾ നമുക്ക് ചെറുതായിട്ടിവിടെ ചെയ്യാൻ സാധിക്കും. കാരണം സൂര്യവെളിച്ചമാണ് ഏറ്റവും വലിയ ആൻറ്റിസെപ്റ്റിക് എന്ന് പറയാറുണ്ട്, അണുനാശിനി എന്ന് പറയാറുണ്ട്. അതുപോലെ നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന ഒരുപാട് അണുക്കളുണ്ട്, ഒരുപാട് ജെയിംസ് ഉണ്ട്. അതിനെയൊക്കെ കൊന്നു തിന്നാൻ നമുക്കിതുപോലുള്ള സാഹിത്യ വേദികൾ തന്നെ വേണം. ലോകത്തെ വ്യത്യസ്ത പ്രദേശങ്ങളിലെ ചിന്താധാരകളെ മലയാളിക്ക് പരിചയപ്പെടുത്താൻ ഈ അക്ഷരോത്സവത്തിന് കഴിയും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആൽവ സർവമത സമ്മേളനം സംഘടിപ്പിക്കുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ പോലെ വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് ഈ സാഹിത്യോത്സവം. We writers should resist any kind of inequality. We should speak out against injustice while embracing diversity and honoring it. Fernando Pessoa said once, literature is the most agreeable way of ignoring reality. Yet, I am sure that the best thing about good literature is that it helps us understand the world while we think we are ignoring it. ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന തുല്യത എന്ന് പറയുന്നത് അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അത് തിരിച്ചു പിടിക്കാനുള്ള ജനങ്ങളുടെ ഉത്തരവാദിത്വം, ആ ഉത്തരവാദിത്വത്തിൻ്റെ പ്രതിഫലനമാണ് ഇത്തരത്തിലുള്ള മഹത്തായ ഒത്തുകൂടലുകളിൽ പ്രതിഫലിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനിവിടെ വന്നത് കവിയായിട്ടല്ല, എഴുത്തുകാരനായിട്ടല്ല, മഹാകവിയുടെ കിങ്കരനായിട്ടാണ്. ഒരു ദിവസം എന്നോട് ഒരു സ്നേഹിതൻ പറഞ്ഞു, എടാ നിൻ്റെ ഒരു കഥയുണ്ടല്ലോ ഇപ്രാവശ്യം മംഗളോദയത്തിൽ എന്ന്. ഞാൻ ഉടനെ ഓടി ലൈബ്രറിയിലേക്ക് ചെന്ന് മംഗളോദയം എടുത്തു നോക്കിയപ്പോൾ കവറിലെ ഈ ലക്കത്തിലെ പ്രധാന ലേഖകന്മാർ എന്ന തലക്കെട്ടിന് കീഴിൽ പതിവ് പോലെ ബാലകൃഷ്ണപിള്ള, മുണ്ടശ്ശേരി, കുട്ടിക്കൃഷ്ണമാരാർ, ടി പത്മനാഭൻ. ഇതിലും വലിയ എൻ്റെ ജീവിതത്തിൽ 95 വയസ്സായി രോമമൊന്നുമില്ല, ഉള്ള രോമം എഴുന്നേറ്റ് നിൽക്കും, ഉള്ള രോമം സത്യം. ഞാൻ സംതൃപ്തനാണ്. ഈ ചെറിയ ജീവിതത്തിൽ ഇത്രക്കെങ്കിലും ആയല്ലോ. നിങ്ങളുടെ മുമ്പിൽ വന്ന് നിന്ന്
സംസാരിക്കാനെങ്കിലും എനിക്കിന്ന് കഴിഞ്ഞല്ലോ, ഞാൻ തൃപ്തനാണ്. ഒ വി വിജയൻ എപ്പോഴും പറയും ദൈവത്തെ മക്കാറാക്കാനുള്ള സ്വാതന്ത്ര്യമാണ് വേണ്ടത്. അയ്യപ്പണിക്കർ പറയുന്നത് എന്താണ്? ചീത്തകൃതി എഴുതാനുള്ള സ്വാതന്ത്ര്യമാണ് വേണ്ടത്. അപ്പം ഞാൻ എന്താ സാർ അങ്ങനെ പറഞ്ഞു? എന്താ കാര്യം ശരി, ഇന്നലെ ഇടയ്ക്ക് നമുക്ക് നല്ല കൃതി എഴുതാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയാണ്. സാധുവാം എന്നെ നീ കാക്കുമാറാകണം എന്നാണ് പന്തളം കെ പി എഴുതി. അദ്ദേഹം പറഞ്ഞു ബോറനാം എന്നെ നീ കാക്കുമാറാകണം. അതായത് ഈ ഇവരൊക്കെ സൂഫികളൊക്കെ എപ്പോഴും കാരണം ഇതിൻ്റെ നിസ്സാരത അവർക്കറിയാം. അതാണ് the life I have, it must be mine, and I think the personal ikigai has a lot to do with the meaning that for you has to be in this world, and because of that I think it's inspirational for them. ഏതോ ഒരു ഏകാന്ത രാത്രിയിൽ ഞാൻ കേട്ടു ഓഷോ പറയുന്നത്, പ്രേമം ഒരു പക്ഷിയാകുന്നു. I was simply in love with him, and for me he was my world, and world thought that I and Bhagwan are not separable. Today, every political party, with a few honorable exceptions, very rare to find actually, with a very few exceptions, every political party and every political leader today says that he or she is also a Hindu, but not like them. You say secular, but not like them. Two, Hindu, but not like them. That is the massive shift that has taken place in the polity. So economy and polity, the drifting away, far away from the core values of our polity, core values of the economy, is something which is very disturbing to me. Well, one of my novels, Shadow Specters, for example, is about the concept of the massacre. When I wanted to write, when I began writing this novel, I didn't want to write about a specific genocide or massacre, but I wanted to explore the meaning of the massacre and how it ruins the life of the survivors, not only the victims. My poetry is a love poetry, but in the shape of nightmares, because my dictionary and my memories and my life is having the background of two big wars, like two big countries, one of them under occupation called Palestine, and one of them under dictatorship which is bombing the country for years, it's called Syria. So I reflect that, but my intention is really only so simple, to write a love poem. I tried to do this for 30 years and I didn't succeed until now. Nigeria's main language now is English, as probably aware, colonization, etc., etc. And I make sure in all of my work that I insert Igbo language, and because it's not very widely known outside of our ethnicity and outside of the Nigerian or specifically Igbo diaspora, it can be a bit jarring, and I do get sometimes I get pushback, people not really understanding what I'm trying to say and so on and so forth, but that's why it's even more important to me. Music is not the only form of popular culture that was weaponized by the Hindu right wing. And I slowly realized that there were other forms like poetry and like book publishing, right? And these are all forms that we generally associate with a very benign sort of purpose. The purpose largely can be entertainment, it can sometimes be giving information, but nothing more. But here I found a world which was, weaponizing these forms of popular culture. I think what really kind of alarmed us was how this high-level platforming of divisive theories was creating a poisonous climate in this country, was pitting one community against the other, and was creating real-world threats for minorities. നമ്മളിപ്പോൾ ചന്ദ്രയാൻ പോലെയുള്ള ആദിത്യ പോലെയുള്ള ഇടയ്ക്ക് വല്ലപ്പോഴും ചെയ്യുന്ന ഒരു സയൻസ് മിഷൻ അല്ല നമുക്ക് വേണ്ടത്. ഒരു സസ്റ്റെയിൻഡ് ആയിട്ടുള്ള സയൻസ് പ്രോഗ്രാം ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും നമ്മൾ ചൊവ്വ, അതുപോലെ ചന്ദ്രൻ മുതലായവയുടെ എക്സ്പ്ലോറേഷൻ വർദ്ധിപ്പിക്കണം. നമ്മൾക്കൊരു സ്വന്തമായിട്ടൊരു സ്പേസ് സ്റ്റേഷൻ്റെ ആവശ്യമുണ്ട്. So there are no communities, but Ambedkar was smart enough to rationalize. He was a very strong individualist himself. He believed passionately in individual rights. But he was able to rationalize the concern that Verghese has expressed, the sense that people have communally. He was able to rationalize that by
granting through the persistence of personal laws in some cases and other community rights. पूरा देश ने देखा आंसू भरे चेहरे के साथ आप सब रेसलर्स को आपका सारा मेडल, अर्जुना अवार्ड, सब कुछ प्रधानमंत्री के घर के सामने सड़क पर छोड़ना पड़ा। प्रधानमंत्री ने कुछ रिस्पॉन्स नहीं दिया उस समय, लेकिन कुछ दिन बाद, 4-5 दिन के बाद उन्होंने केरल में आकर नारी शक्ति के बारे में एक लंबा भाषण दिया था। क्या कहूँगा आपने? मैंने बताया कि ब्रिजभूषण रूलिंग पार्टी से है, वो उन्हीं की पार्टी से है और वो 5 से 6 सीटों पर उसका होल्ड है। आई थिंक उसको प्रोटेक्ट करने के लिए जो है अपने पीएम सर ने जो है बहुत लेट कर दिया हमें सुनने के लिए। 4 fundamental foundational principles of our constitution are secular democracy, economic sovereignty, social justice and federalism. These are the 4 foundational pillars on which your constitution rests. Each one of them is under a tremendous assault today. Medium doesn't matter whether you write in English or in Malayalam or you have so much choice of language. What matters is confidence. മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക സ്വാഭാവികമാണ്. അത് ജനാധിപത്യത്തിൻ്റെ ബാലൻസിങ് ആക്റ്റാണത്. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രിയാണ് ഗവൺമെൻറ്റിൻ്റെ ഫ്രണ്ട് ഫേസ്, ദൃശ്യമായ മുഖം അവരുടെ ആയിരിക്കണം. നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഗവർണർ പിന്നണിയിൽ നിൽക്കണം, ഒരിക്കലും മുന്നിലേക്ക് വരേണ്ട ആളല്ല. എൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത്. People who abuse is very clearly understood that they suffered. The suffering is still in the darkness. It's passed on. But then I've been blessed to sort of with all these beings and with all the various teachers I've had to be able to transform it into literature, into teaching, into just a deeper contemplation. നിങ്ങൾ ചോദിക്കുന്നു, എവിടെ ലൈലാക്ക് പുഷ്പങ്ങൾ, എവിടെ അവീൻ പുഷ്പദലങ്ങളാർന്ന അധ്യാത്മവിദ്യ, എവിടെ പേർത്തും പേർത്തും വാക്കുകൾ ചിതറിത്തെറിപ്പിച്ച് അവയിൽ തുളവീഴ്ത്തുന്ന മഴ, എവിടെ കിളികൾ? ഞാൻ എല്ലാ വർത്തമാനവും പറയാം. My name is Björn Dahlman. I've had 4 amazing days. I don't even know where to start. It was so well organized. Everything was so well organized. ഞാൻ എൻ്റെ ജീവിതത്തിൽ വായിച്ചിട്ടുള്ള ഏറ്റവും മനോഹരമായ ഒറ്റ യാത്രാ വിവരണം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് പറയമ്മാക്കൽ തോമാ കത്തനാരുടെ വർത്തമാന പുസ്തകമാണെന്ന് യാതൊരു സംശയവുമില്ലാതെ ഞാൻ പറയും. ധാരാളം പുസ്തകങ്ങൾ വായിക്കുമ്പോഴാണ് പുതിയ തലമുറയ്ക്ക് നമുക്ക് പുത്തൻ ആശയങ്ങൾ പകർന്നു കൊടുക്കാൻ കഴിയുന്നത്. ഇങ്ങനെ ലാൽ ജോസ് ഇങ്ങനെ ഓൾറെഡി സമീപിച്ചിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്തിയാൽ എനിക്ക് കുഴപ്പമില്ല, നിങ്ങളിൽ ആര് ചെയ്യുന്നത് എനിക്കൊരു സന്തോഷമുള്ള കാര്യമാണ്. ആദ്യത്തെ സമയത്തൊന്നും നമ്മളിങ്ങനെ ഒരു മരുഭൂമി, നമുക്ക് രാജസ്ഥാനിലെല്ലാം പോയി ഷൂട്ട് ചെയ്താൽ ഒക്കെ സാധിക്കാവുന്ന കാര്യങ്ങളാണ് എന്ന് വിചാരിച്ച്, അധികം ആർട്ടിസ്റ്റില്ല, 1, 2, 3 പേര് അങ്ങനെയൊക്കെയുള്ളൊരു ചെറിയ സെറ്റപ്പ് ചെയ്യാവുന്ന രീതിയിൽ തുടങ്ങി വെച്ചതാണ്. അപ്പം ഞാൻ സഞ്ചരിക്കുന്നത്, ഈ മനോരാജ്യങ്ങൾ സഞ്ചരിക്കുന്നത് ഒരു നല്ലൊരു സുഖപ്രദമായിട്ടുള്ള ഒരു ലോകത്തിൽ കൂടിയാണ്. അതോടെ മതസൗഹാർദ്ദമുണ്ട്, എല്ലാ മതക്കാരും ഒന്നിച്ച് നടക്കുന്നു, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു കേട്ടോ. അവിടെ പിന്നെ ദാരിദ്ര്യമില്ല, കഷ്ടപ്പാടില്ല, ചൂഷണമില്ല. അങ്ങനെയുള്ളൊരു സങ്കല്പ ലോകത്ത് കൂടിയാണ് ഞാൻ സഞ്ചരിക്കുന്നത്. അമ്മ എന്തിനാണ് അങ്ങനെ ചെയ്തത്, എന്തിനാണ് മനുഷ്യൻ എന്തെങ്കിലും നമുക്കൊരു ഫീലിംഗ് വരുമോ? ഇല്ല. അപ്പോൾ എൻ്റെ അമ്മ എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുമ്പോഴല്ലേ നമുക്ക് ആ സങ്കടം വരുള്ളൂ. സർവകലാശാല എന്ന് പറയുന്ന സിനിമയിൽ ചക്കര ഒരു കോസ്റ്റ്യൂമിൽ വരുമ്പോൾ മോഹൻലാൽ ചോദിക്കുന്നുണ്ട് എന്തോന്നടേ ഇതെന്ന്. അപ്പോൾ സാറ് പറയുന്നത് ഞാനൊരു വേണു നാഗവള്ളി സ്റ്റൈൽ പിടിച്ചത് ആ ചളാക്കരുത്. അതിൻ്റെ ഡയറക്ടർ വേണു നാഗവള്ളി തന്നെയാണ്. അത് സാറ് കൈ നിട്ടതാണോ ഇല്ലേ പുള്ളി തന്നെ എഴുതി ഉണ്ടാക്കിയതാണോ? അല്ല, അത് വേണു നാഗവള്ളിയുടെ ഡയലോഗ് തന്നെയാണ്. എൻ്റെ ഇരട്ട പേര് ചക്കര എന്നാണ് വിളിക്കുന്നത്. ഒരുത്തൻ ചക്കരയെന്ന് വിളിക്കുമ്പോൾ ഞാൻ അടുത്ത് ചെല്ലും. सन 1945 में गांधी जी ने बसपाड़ा जेल में था. एक दिन सुपरिटेंडेंट ने गांधी जी को मारा. गांधी जी ने कहा यहाँ भी मारो. ഈ തത്വം സദാ മനസ്സിൽ ആലോചിക്കുന്നുണ്ട്. ഞാൻ തൽക്കാലം നിന്റെ തന്തയ്ക്ക് വിളിക്കട്ടെ. എൻ്റെ ക്രൂഷേവ് പറയുന്നത് എല്ലാവരും തിരിച്ചു മടങ്ങിപ്പോയി മുറികളിലേക്ക്. 2-3 പേരും മാത്രം
സ്വന്തം മുറിക്കകത്ത് ചെന്ന് കണ്ണാടിയിൽ നോക്കി ചോദിച്ചു, നിനക്ക് നാണമില്ലടാന്ന് ചോദിച്ചു. ഇയാൾ ഈ വിഡ്ഢിത്തം നിറഞ്ഞ് വിളമ്പുമ്പോൾ ഇയാൾ പറയുന്നത് വിഡ്ഢിത്തമാണ് എന്ന് ചോദ്യം ചെയ്യാൻ, നേരത്തെ പറഞ്ഞല്ലോ ഞാനൊരു പുസ്തകത്തിൻ്റെ പേര് ഹൗ ടു സ്റ്റാൻഡ് അപ്പ് ടു എ ഡിക്റ്റേറ്റർ എന്ന് മരിയ റേസ പറഞ്ഞതുപോലെ എങ്ങനെ അയാളുടെ മുമ്പിൽ നിൽക്കണമെന്ന് നിനക്ക് തോന്നിയില്ലേ? എടാ, ഒരു പക്ഷിയെ വെടിവെച്ചിടുമ്പോൾ ബാക്കി 25 കിളികളും പറന്നു പോയില്ലേ എന്ന് ചോദിക്കാനുള്ള തൻ്റെ ഇടം പോലും നിനക്ക് ഉണ്ടായില്ലല്ലോ എന്ന് കണ്ണാടിയിൽ നോക്കി പറഞ്ഞു എന്നാണ്. ഇന്നത്തെ കാലത്തെ മന്ത്രിമാരൊന്നും കണ്ണാടിയിൽ പോലും നോക്കി ഇത് പറയും എന്നെനിക്ക് യാതൊരു വിശ്വാസമില്ല. കമ്മിറ്റിക്കകത്തൊക്കെ നഖശീതാന്തം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പുറമെ കാണുന്നവർക്ക് അങ്ങനെ തോന്നില്ല. പക്ഷേ ഒരു മുതലാളിത്ത സമൂഹത്തിനകത്ത് പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തും ഈ പുരുഷ മേധാവിത്വപരമായ ആശയങ്ങൾ ഉണ്ടാകും. സ്ത്രീകൾക്ക് അവകാശപ്പെട്ട തുല്യ പ്രാതിനിധ്യമുള്ള സീറ്റുകൾ പിടിച്ച് അതിൽ പുരുഷന്മാരെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേര് അധിനിവേശം എന്നാ. ഒഴിഞ്ഞു കൊടുക്കില്ല എന്ന് തന്നെ പലസ്തീൻ ഗാസയിലെ ഇസ്രായേൽ നടത്തുന്ന പോലെ തന്നെ. അപ്പം ഞങ്ങൾ പൊതുവെ മാർക്കറ്റിംഗ് കാര്യങ്ങൾ ആലോചിച്ചപ്പോൾ വയനാട് ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് മാർക്കറ്റിംഗ് വയനാട് ടൂറിസത്തിന് നടത്താൻ വേണ്ടി തീരുമാനിച്ചു. ബാംഗ്ലൂരിലെ സിനിമാ തിയേറ്ററുകൾ, സിനിമക്ക് പോയവർക്കറിയാം, സ്ലൈഡുകളിൽ വയനാട്, അതുപോലെ FM റേഡിയോ, മറ്റു സംവിധാനം, പത്രത്തിൽ പരസ്യമൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് ബാംഗ്ലൂരിൽ വലിയ നിലയിൽ മാർക്കറ്റിംഗ് നടത്തി. ഇപ്പോൾ ശനി ഞായർ പോയാൽ അറിയാം, ബാംഗ്ലൂർ ശനി ഞായറും വയനാട്ടിലാണ്. ഒരു റെസ്റ്റോറൻറ്റ്സിനും 100% ഫുഡ് ആരെയും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. 100% ആയിട്ട് പലരുടെയും ഭക്ഷണം നമ്മുടെ ഒരു സ്വഭാവം അല്ലെങ്കിൽ അന്നത്തെ മൂഡ് അനുസരിച്ചിട്ടൊക്കെ മാറിക്കൊണ്ട് പോകണം. ഒരു 80%, ഒരു 1000 പേരെ എടുത്തിട്ടൊരു ഡാറ്റ അനലൈസ് ചെയ്യുമ്പോൾ ഒരു 80% ആൾക്കാരെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയാൽ തന്നെ ഏറ്റവും ബെസ്റ്റായിട്ടാണ് ഈ ഇൻഡസ്ട്രിയിലുള്ളവർ പറയുന്നത്. കഥായിമാസ്തെ കഥിതാ മഹീയസാം വിദായ ലോകേഷു യശഃ പരേയുഷാം വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ വജോ വിഭൂതിർന തൂ പരമാർത്ഥ്യം എന്ന് വെച്ചാൽ, ഞാനീ പറഞ്ഞതെല്ലാം, ഈ 7 ദിവസമായിട്ട് നിനക്ക് പകർന്നു തന്ന ഈ അവതാര കഥകളെല്ലാം നിന്റെ അറിവ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. വാട്ട് യു സീ വാട്ട് യു വാണ്ടഡ് ടു സീ എന്നൊരു ചൊല്ലുണ്ട്. നിങ്ങൾ എന്ത് കാണാൻ ആഗ്രഹിക്കുന്നോ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ജനങ്ങളെ വായിക്കാൻ മറന്നു പോകുന്നുണ്ടോന്നോ? അത് നമ്മൾ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് ഭരണരംഗത്ത് നിൽക്കുമ്പോഴായാലും, അതല്ലെങ്കിൽ പ്രതിപക്ഷത്ത് നിൽക്കുമ്പോഴായാലും, അല്ലെങ്കിൽ ആ നിലയിൽ പ്രവർത്തിക്കുമ്പോൾ ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഓരോ ഇടപെടലും നടത്തുന്നത്. ഇന്നത്തെ ഒരു കോളേജിൽ പോയിട്ട് ഒരു 100 കുട്ടികളുടെ അടുത്ത് ചോദിക്കുന്നത്, നിങ്ങൾ കല്യാണത്തിന് സ്വർണ്ണം, ഞങ്ങൾ ആർക്കും സ്വർണ്ണം വേണ്ട, അപ്പോൾ പേരൻസ് നിർബന്ധിക്കണം സ്വർണ്ണം നിങ്ങൾ ഉപയോഗിക്കണം എന്ന്. അതുകൊണ്ടാണ് നമ്മൾ ഈ ബ്രാൻഡ് അംബാസിഡർക്കും പ്രായമുള്ളവരിടണേ. പേരൻസിന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നത് ഒന്നുമില്ലെങ്കിൽ വലിയ പ്രായമുള്ള ആൾക്കാരെയാണ്. ഇന്നത്തെ യങ്സ്റ്റേഴ്സിന്, പേരൻസിന് 50-60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് പുതിയ നടിനന്മാരെ അറിയില്ല. വിദ്യാഭ്യാസത്തിനായിട്ട് ഈ പോകുന്നവരുടെ ഒഴുക്ക് വരും വർഷങ്ങളിൽ വളരെയധികം കൂടാൻ പോവുകയാണ്. US-ലോ UK-ലോ കാനഡയിലോ ഒക്കെയുള്ള യൂണിവേഴ്സിറ്റികളിൽ അവിടുത്തെ കുട്ടികൾക്ക് കിട്ടുന്ന അതേ നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം നമ്മുടെ നാട്ടിലെ കലാശാലകളിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്നുള്ളതിനെ കുറിച്ചുള്ള ആലോചനകൾ തുടങ്ങി. ദേശാഭിമാനി ബ്രിട്ടീഷുകാരൻ്റെ പണം കൊണ്ടാണെന്ന് പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് പിൻവലിച്ചില്ലെങ്കിൽ പിൻവലിക്കാൻ ആവശ്യമായ നിയമനിർമ്മാണം നടപടി ഉൾപ്പെടെ പിൻവലിക്കുന്നില്ലെങ്കിൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, തെറ്റായ കളവ്, അങ്ങേയറ്റം തെറ്റായ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 100% ശരിയായ കാര്യമാണ് തെളിയിക്കാൻ സാധിക്കുന്നത്. Hi, my name is Sean Prentice, and my favorite festival I've ever attended. I love meeting the other writers and presenters, interacting with so many of the participants, and seeing Kerala. It has just been a spectacular. പാർലമെന്റിലേക്ക് ഒരു പരിണാമം പ്രതീക്ഷിക്കാമോ? ഞാൻ എൻ്റെ മേഖല സിനിമയാണെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ്. രാഷ്ട്രീയം നോക്കാതെ പറയുകയാണെങ്കിൽ അങ്ങനെ എപ്പോഴും സന്തോഷമായിട്ട് നമ്മളോടൊക്കെ ചിരിച്ചും വേദിയിലൊക്കെ വരുന്നവരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ബേസിൽ ബ്രാൻഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. കാര്യം ബേസിലിൻ്റെതായിട്ടുള്ളൊരു ഓഡിയൻസിന് ബേസിലുണ്ടാക്കി. ബേസിലുള്ള സിനിമ എന്ന് പറഞ്ഞാൽ നമുക്കൊരു അത് വലിയ ഗുണമാണ്. ശരിക്കും ഒരു സിഗ്നേച്ചർ ഉണ്ടാവുക എന്നുള്ളത്, ഒരു ഫിലിം മേക്കർക്ക് ഒരു സിഗ്നേച്ചർ ഉണ്ടാവുക എന്നുള്ളത്. ബേസിൽ ഇനി അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് അതിഭീകരമായ ആക്ഷൻ പടങ്ങളോ ഹൊറർ പടങ്ങളോ ചെയ്താലേ നമുക്കത് മാറാൻ പറ്റുള്ളൂ. ഈ ചേട്ടൻ ഇപ്പോൾ ശ്രീനിവാസനെ മനസ്സിലാക്കുന്ന, ശ്രീനിവാസനെ ഏറ്റവും അടുത്ത് ചേട്ടനോടാ ശ്രീനിവാസനെ ഏറ്റവും അടുത്ത് മനസ്സിലാക്കിയ ആൾ ഞാനാ, എൻ്റെ അച്ഛനാണ്. മനസ്സിലായില്ലേ? ഞാൻ മനസ്സിലാക്കി അത്രയൊന്നും ചേട്ടൻ എന്തായാലും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല ശ്രീനിവാസനെ കുറിച്ച്. അതെന്തായാലും ഇല്ല. ഇതൊക്കെ പറഞ്ഞാലും എനിക്കൊരു കാര്യം പറയാം, എനിക്ക് ലോകത്തിൽ ഏറ്റവും സ്നേഹവും ഇഷ്ടമുള്ള മനുഷ്യൻ എൻ്റെ അച്ഛനാണ്.
But what Kerala has, which is why it is so nourishing, enriching, invigorating for me always to come to your wonderful state, is this egalitarian culture, the diversity, the pluralism as manifest in this wonderful festival. MBIFL 2024 Book of the Year Award goes to Devika Reghe. It's really hard to know what to say in a moment like this, except to express a lot of gratitude. And I'm also thinking of those from my home state of Maharashtra, which is the state in which the book has been set, who were silenced through the years that I was writing it. Someone like journalist Sandeep Kothari, who was murdered for exposing the sand mafia. A writer like Govind Pansare, an activist like Narendra Dabholkar. All these people were silenced between, I think, 2013 and 16, the years when this book was really, when I was finding my voice, these were the voices being silenced around me. So it is in their memory that, you know, and in solidarity with all those who have been silenced, that I take this award. നിങ്ങൾ ഇവിടെ വന്ന വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള എഴുത്തുകാരിൽ നിങ്ങളുണ്ടാക്കിയ ഇംപ്രഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതാണ് നമ്മളെ കേരളത്തിൻ്റെ അഭിമാനം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ വഹിച്ച പങ്ക് തുടർന്നും അതേ രീതിയിൽ തന്നെ ഉണ്ടാവണം. ഞങ്ങളും കഴിയുന്നത്ര വൈവിധ്യങ്ങളോടുകൂടി വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി ഞങ്ങളും ശ്രമിക്കും.